2-3 ആഴ്ചക്കകം ഇറാൻ യുദ്ധം അവസാനിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. നമ്മളത് കേട്ടിട്ടുണ്ട് അല്ലേ? 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ അതെങ്ങനെ സാധ്യമാകുമെന്ന് ട്രംപ് ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല. വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇറാൻ ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടുമില്ല. അമേരിക്കയെ ഒരു തരി പോലും വിശ്വാസമില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. ആഗോള സാമ്പത്തിക ഊർജ്ജ മേഖലകളെ പിടിച്ചുലയ്ക്കുകയാണ് യുദ്ധം. യൂറോപ്പിൽ മിക്ക രാജ്യങ്ങളിലും ഇന്ധനവില ഗണ്യമായി ഉയർന്നു. എണ്ണ വേണ്ടവർക്ക് അമേരിക്കയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഹോർമൂസിൽ പോയി എടുത്തോ എന്നാണ് ട്രംപിന്റെ നിർദ്ദേശം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രം 50 ലക്ഷം കോടി രൂപയാണ് ഒലിച്ചു പോയത്. ഗൾഫിലെ ഊർജ്ജ മേഖലയിൽ മാത്രമല്ല, തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ യുദ്ധം പ്രതിഫലിച്ചു തുടങ്ങിയെന്ന ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. ഫൈസൽ ഹംസ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഫൈസൽ, എങ്ങനെയാണ് ഇറാൻ ട്രംപിനെ വിശ്വസിക്കുക എന്നൊരു ചോദ്യമുണ്ട്. ഈ യുദ്ധം തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? 4ാം ഘട്ട ചർച്ചയ്ക്ക് തൊട്ടു മുൻപാണ് പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ തന്നെ ട്രംപ് എത്ര തവണ നിലപാട് മാറ്റി പറഞ്ഞു, യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു, ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നു, ഇറാൻ ഞങ്ങളോട് കേണപേക്ഷിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു, ഇന്നും പറയുന്നു. പക്ഷെ അതെങ്ങനെ വിശ്വസിക്കും? മധു, അത് തന്നെയാണ് ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും. കാരണം ആണവ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു കരാറിലേക്ക് എത്തുമെന്ന സൂചനകൾക്കിടെയാണ് പൊടുന്നനെ ഇറാനുമേ നേരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറയുന്നതും ഇക്കാര്യമാണ്. ഒരു കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ പൊടുന്നനെയുള്ള ആക്രമണം ഉണ്ടാകുന്നു. അത്തരമൊരു രാജ്യത്തെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ്. സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി, അവരുടെ 15 നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമാധാന ശ്രമങ്ങൾ ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറുവശത്ത് ഈ സമാധാന ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്ന് ട്രംപ് തന്നെ പറയുമ്പോൾ പോലും ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യം അമേരിക്ക വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാർഗ് ദ്വീപടക്കം പിടിച്ചടക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. പീറ്റ് ഹെഗ്സെറ്റ്, അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുടെ തന്ത്രം തന്നെ ഒരുപക്ഷെ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ എന്നുള്ള തന്ത്രം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അത്തരമൊരു നിർദ്ദേശം അദ്ദേഹം ട്രംപിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ട്രംപിൻ്റെ നീക്കം മറ്റൊരു തരത്തിലാണ് എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരുക എന്നുള്ളതാണ്. അത് ഹോർമുസ്, നമുക്കറിയാം അമേരിക്ക എന്താണ് ഈ യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യമായി പറഞ്ഞത്, അവിടെ ഒരു റെജിം ചേഞ്ച് ആയിരുന്നു. അതിപ്പോൾ അമേരിക്ക പറയുന്നത് അത് ഓൾറെഡി സാധ്യമായി എന്നുള്ളതാണ്. അവരുടെ പരമോന്നത നേതാവിനെയും മുതിർന്ന നേതാക്കളെയും വധിച്ചതോടുകൂടെ അത് സാധ്യമായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഇറാൻ്റെ ആയുധ ശേഖരങ്ങൾ, അതായത് ഒന്ന് ആണവായുധങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, മറുവശത്ത് അവരുടെ ബാലിസ്റ്റിക് മിസൈൽസ് പദ്ധതി തകർക്കുക, ഇത് രണ്ടും സാധ്യമായി എന്നുള്ള അവകാശവാദവും അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ മുന്നിലുള്ള ഏറ്റവും സുപ്രധാനമായ യുദ്ധലക്ഷ്യം എന്നുള്ളത് ഹോർമൂസ് കടലിടുക്ക് എങ്ങനെ തുറക്കുമെന്നുള്ളതാണ്. ആ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക പോലും ചെയ്യാതെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യത ട്രംപ് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകിയത്. എല്ലാ രാജ്യങ്ങളിലും തന്നെ എണ്ണവില കുതിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രം 50 ലക്ഷം കോടി രൂപയാണ് ഒലിച്ചു പോയതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടത്. സ്വാഭാവികമായും ലോക രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം അങ്ങനെ തന്നെ ഉയരുന്നുണ്ട്. പ്രവാസികളുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്.